പ്യാരെ ബച്ചോ, ഓണപരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞോ? നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഒന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നന്നായിട്ട് ഓരോ പാഠഭാഗവും പഠിക്കുക. വളരെ കുറച്ചല്ലേ ഉള്ളൂ, എല്ലാ വരികളും നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. നോക്കൂ, ചോദ്യ പേപ്പർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നന്നായിട്ട് ശ്രദ്ധിക്കൂ. ആദ്യം നാം എന്നുള്ള സ്ഥലത്ത് എന്തെഴുതണം? നിങ്ങളുടെ പേരെഴുതണം. കക്ഷ എന്നുള്ള സ്ഥലത്ത് എന്തെഴുതണം? അബ്കാ നാം ലിഖിയേ, നിങ്ങളുടെ പേരെഴുതണം. നീ നോക്കൂ, ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ കണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം? നിങ്ങളുടെ റോൾ നമ്പർ എഴുതാം. ക്ലാസ്സിലെ റോൾ നമ്പർ എഴുതാം. അപ്പോൾ ഇത് തെറ്റിക്കാതെ ആദ്യം എഴുതാം. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. देखिए ഗതിവിധി ഏക്. ഗതിവിധി എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. പ്രവർത്തനം 1. സൂചന എന്താണ്? കവിത കി പങ്ക്തിയോം കോ ക്രമ സേ ലിഖേ. കവിതയുടെ പങ്ക്തിയോം എന്ന് പറഞ്ഞ വരികളെ എന്താക്കി എഴുതണം? ക്രമത്തിലാക്കിയിട്ട് എഴുതൂ. നോക്കൂ, സുബഹ് കി ആ ഗയി ധൂപ്പ്. എന്തായിരുന്നു ആ കവിത? ധൂപ്പ് ആ ഗയി സുബഹ് കി. ഓർമ്മയുണ്ടല്ലോ? ഇതുപോലെ മറ്റുള്ള വരികളും ആക്കുക. പ്യാരി പ്യാരി മഹക്കി കലിയ പ്യാരി പ്യാരി മഹക്കി. അടുത്തത് നോക്കൂ, മഹക്കീം കലിയ ക്യാരി ക്യാരി മഹക്കീം. ഇതിങ്ങനെ നേരെയാക്കിയിട്ട് എഴുതാം. നീ നോക്കൂ, മഹക്കീം കലിയ ഇത്തനി സാരി മഹക്കി. നീ നോക്കൂ, ठंडी ठंडी बह रही हवा बह रही ठंडी ठंडी. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നാം ഏവരും ചൊല്ലി പഠിച്ചതാണല്ലേ ആ കവിത. ആ കവിതയുടെ എല്ലാ വരികളും ഒന്നുകൂടെ മറക്കാതെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കണം. നിർബന്ധമായിട്ടും ആദ്യത്തെ 4 വരികൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ 4 വരികൾ നോക്കണം. കഴിയുമെങ്കിൽ അപ്പുറത്തെയും വരികൾ പഠിക്കണം. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം, പഠിച്ചിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോകുക. ഇനി അടുത്തത് നോക്കൂ. देखिए ഗതിവിധി 2. രണ്ടാമത്തെ പ്രവർത്തനം. ചിത്ര ദേഖേം. ചിത്രം നോക്കൂ. और प्रश्नों के उत्तर दें. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. എന്താണ് ചോദ്യം? നോക്കൂ, ചിത്രം കണ്ടില്ലേ? ചിത്രം നന്നായിട്ട് നോക്കൂ. എന്നിട്ട് ചോദ്യം നോക്കൂ. ക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യഹ് കിസ്കാ ചിത്ര ഹേ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ബാദൽ, ചിടിയ, മച്ചലി, ഫൂൽ. എന്തിൻ്റെ ചിത്രമാണ്? ചിടിയ എന്തായിരുന്നു? പക്ഷി. ഇവിടെ എഴുതാം ചിടിയ. ഇനി അടുത്തത് നോക്കൂ, രണ്ടാമത്തെ ചോദ്യം. സങ്കേതിക്ക് അനുസാർ, സൂചന അനുസരിച്ച് ചിത്രക്കോ രംഗ് ദേ. ചിത്രത്തിന് രംഗ് എന്ന് പറഞ്ഞാൽ നിറം നൽകൂ. 1 എന്നുള്ള സ്ഥലത്ത് ഏത് നിറം നൽകണം? കാല, കറുപ്പ്. 2 ഹര 3 നീല. 4 എന്ത് നൽകണം? ലാൽ. ഇങ്ങനെ ഓരോ ചിത്രത്തിനായിട്ട് നിറം നൽകാം. നോക്കൂ, ചിത്രത്തിന് നിറം നൽകിയത് കണ്ടില്ലേ? ഇതുപോലെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് നിറം നൽകേണ്ടത്. അപ്പോൾ എന്തു പഠിക്കണം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച നിറങ്ങൾ നന്നായിട്ട് പഠിച്ചു വരണം. പരീക്ഷയ്ക്ക് നിറം കൊണ്ടുവരാനും മറക്കരുതേ. देखिए अगला प्रश्न देखिए. ചിത്ര देखिए और प्रश्नों का उत्तर लिखें. ചിത്രം നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. ചിത്രം കണ്ടല്ലോ? എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? പേട്, മരം, ലടുക്കി പെൺകുട്ടി, കുത്ത നായ,
നമുക്ക് നായയുടെ കുട്ടിയുടെ പേരറിയാം അല്ലേ? എന്തായിരുന്നു? പില്ല. ഇത് കുത്ത നായ, ചിടിയ പക്ഷി, മച്ചലി മീൻ, നദി നദി. ഇനി നോക്കാം, കുത്ത കഹാ ഹേ? കുത്ത എവിടെയാണ്? പൗധേ മേ ക്യാ ഹേ? ചെടിയിൽ എന്താണുള്ളത്? ലഡ്കി കഹാ ഹേ? പെൺകുട്ടി എവിടെയാണുള്ളത്? നദി മേ ക്യാ ഹേ? നദിയിൽ എന്താണുള്ളത്? ചിടിയ കഹാ ഹേ? പക്ഷി എവിടെയാണ്? കഹാ, ക്യാ, ക്യാ, കഹാ. നമ്മൾ ചോദ്യവാക്കുകളുടെ ഹിന്ദിയും മലയാളം പഠിച്ചിട്ടുണ്ടല്ലേ? ഓർമ്മയില്ലേ? അതും പിന്നെ ഈ വാക്കുകൾ കുത്ത, പൗധ, ലഡ്കി, നദി, ചിടിയ, ഇതെല്ലാം വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ എഴുതാം. നോക്കൂ, കുത്ത കഹാ ഹേ? കുത്ത എവിടെയാണുള്ളത്? ഘർ കെ ബാഹർ, വീടിൻ്റെ പുറത്ത്. പൗധേ മേ ക്യാ ഹേ? ചെടിയിൽ എന്താണുള്ളത്? ഫൂൽ ഹേ, പൂവുണ്ട്. ലഡ്കി കഹാ ഹേ? പെൺകുട്ടി എവിടെയാണ്? ബഗീച്ചേ മേ, പൂന്തോട്ടത്തിൽ. നദി മേ ക്യാ ഹേ? നദിയിൽ എന്താണുള്ളത്? മച്ചലി ഹേ, മീൻ. ചിടിയ കഹാ ഹേ? പക്ഷി എവിടെയാണ്? ചിടിയ, പക്ഷി എവിടെയുള്ളത്? പേട് പർ ഹേ, മരത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം കിട്ടുന്നത് എഴുതുക. നദിയിൽ എന്താ ഉള്ളത്? മച്ചലി, ചിടിയ, പേടിൽ. ലഡ്കി എവിടെയാണുള്ളത്? പൗധേ മേ ക്യാ ഹേ? പൗധയിൽ ഫൂലാണുള്ളത്. അങ്ങനെ കിട്ടുന്നത് ആദ്യം എഴുതിയിട്ട് പ്രയാസമുള്ളത് അവസാനത്തേക്കും വെക്കാം. ഇനി പ്രയാസമൊന്നും ആക്കേണ്ട, വീട്ടിൽ നിന്നും ഈ വാക്കുകൾ നന്നായിട്ട് പഠിക്കണേ. ഗതിവിധി 4, നാലാമത്തെ പ്രവർത്തനം നോക്കിയാലോ? കവിത ക്രം സേ ലിഖേം, കവിത ക്രമത്തിൽ എഴുതൂ. ഏതാണ് ആ കവിത? നീതു ഖാദ പില്ലായേക്. നീതു ഖാദ പില്ലായേക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തത് നോക്കൂ, ഭൂരി ദാടി കാലി മൂഞ്ച്, ചോട്ടി ഠാങ്കെ ലംബി പൂഞ്ച്. അപ്പോൾ ഈ വരികളൊന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി നമുക്കിത് കറക്റ്റ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതുക? നീതു ഖാദ പില്ലായേക്, ബദൻ പെ ഉസ്കെ രൂയെ അനേക്, छोटी टांगे लंबी पूंछ, भूरी धाड़ी काली मूंछ, मक्खी से वह लड़ता था, गड़े गड़े गिर पड़ता था. ഇങ്ങനെ ക്രമത്തിലാക്കിയിട്ട് ഈ കവിത ഇവിടെ എഴുതാം. അപ്പോൾ ഈ കവിതയും നന്നായിട്ട് വായിച്ചു നോക്കണേ. മുഴുവൻ അക്ഷരങ്ങളും കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം നിങ്ങൾക്ക് കവിത കാണാതെ ചൊല്ലാൻ അറിയാമല്ലോ. അത് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കുക, ക്രമത്തിലാക്കിയിട്ട് പതുക്കെ വായിച്ചു നോക്കിയിട്ട് എഴുതുക. देखिए अगला प्रश्न गतिविधि 5, അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്ര देखिए, വാക്യ ലിഖേം, ചിത്രം നോക്കൂ, വാക്യം എഴുതൂ. ടോമിക്കോ, ടോമിക്ക്. എന്തൊക്കെയാണുള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ബിസ്ക്കറ്റ് ഖാന, എന്തായിരുന്നു? ബിസ്ക്കറ്റ് കഴിക്കുക. ഏത് ചിത്രമാണ് ടോമി ബിസ്ക്കറ്റ് കഴിക്കുന്നത്? കിതാബ് പഠന, പുസ്തകം വായിക്കുക. പിന്നെ എന്തൊക്കെയാണുള്ളത് നോക്കൂ. നീതു കെ സാത്ത് ഖേൽന, നീതുവിൻ്റെ കൂടെ കളിക്കുക. പങ്കയ്ക്ക് നീച്ചെ സോന, പങ്കയുടെ താഴെ ഉറങ്ങുക. മഖി സെ ലഡ്ന, ഈച്ചയോട് യുദ്ധം ചെയ്യുക. ഇതും നമ്മൾ ഓരോ വാക്കുകളും ക്ലാസ്സിൽ പഠിച്ചതാണ്. പരീക്ഷയ്ക്ക് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കണേ. നോക്കൂ, ഇനി നമുക്ക് വേറൊരു ചോദ്യപേപ്പർ വായിച്ചു നോക്കി പഠിച്ചാലോ? നാം എന്തായിരുന്നു? പേര്. നിങ്ങളുടെ പേര് എഴുതുക. കക്ഷ, ക്ലാസ്. ഇവിടെയായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ എഴുതണേ. ഇനി നോക്കൂ, സൂചന. ഒന്നാമത്തേത് ധൂപ്പ് ആ ഗई കവിത അംശ പഠേ और प्रश्नों के उत्तर लिखे. വായിക്കൂ, ഉത്തരം എഴുതൂ. എന്താ ചോദ്യം? പങ്ക്തിയാ സഹി രൂപ മേ ലിഖേ. വരികൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുപോലെ തന്നെ വരികൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓർഡറിലാക്കിയിട്ട് എഴുതാം. ഓരോ വരിയും ശ്രദ്ധിക്കണേ. ധൂപ്പ്,
ആ ഗൈ സുബഹ് സുബഹ്ക്ക്. ഇങ്ങനെ നാലും നന്നായിട്ട് വായിച്ചിട്ട് എഴുതാം. ഇനി വേറൊരു ചോദ്യമുണ്ട് ഇവിടെ നോക്കൂ. ക്യാ മഹക് രഹി ഹെ? എന്താണ് സുഗന്ധം തരുന്നത്? എന്താ സുഗന്ധം കൊണ്ടുവരുന്നത്? കലിയാം, ധൂപ്പ്, ചിടിയ, സൂരജ്. സിമ്പിളാണ്. എന്താ സുഗന്ധം കൊണ്ടുവരുന്നത്? കലി. കലി പൂമൊട്ട് ഓർമ്മയില്ലേ? അപ്പൊ എന്താ സുഗന്ധം കൊണ്ടുവരുന്നത്? കലിയാം. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് പറയാൻ വിട്ടുപോയി. നോക്കൂ, അഥവാ. വെരി ഇമ്പോർട്ടൻറ്റ്. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഈ മുകളിലെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഏതെഴുതിയാൽ മതി? ഇപ്പോൾ ഈ താഴെ പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ധൂപ് ആ ഗൈ എന്നുള്ള കവിത സെലക്ട് ചെയ്താൽ ഇത് എഴുതേണ്ടതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി നോക്കാം. അഥവാ ഓർ ക്വസ്റ്റ്യൻ ഏതാ? ചിടിയ കാ ഘർ. ചിടയുടെ ഘർ എന്നുള്ള നമ്മുടെ കവിതയിൽ നിന്നും ചോഞ്ച് മേ തിൻക ചിടിയാലിയെ. ആ കവിത ഓർഡറിലാക്കിയിട്ട് എഴുതാൻ. ചിടിയാലിയെ ചോഞ്ച് മേ തിൻക. ഇങ്ങനെ ഓരോ വരിയും തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓർഡറിലാക്കിയിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ചോഞ്ച് മേ കിസ്നെ തിൻക ലിയാ ഹെ? ചോഞ്ചില് സിമ്പിൾ. ആരാണ് ആ തിൻക പുൽക്കൊടി കൊണ്ടുവന്നത്? ചോഞ്ചില് പുൽക്കൊടി ആരാ കൊണ്ടുവന്നത്? ചോഞ്ച് എന്തായിരുന്നു? ചുണ്ട്. ഓപ്ഷൻ ധൂപ്പ്, ഘർ, ചിടിയ, ബച്ചെ. ആരാ ചോഞ്ചില് കൊണ്ടുവന്നത്? കിസ്നെ. ആരാ? ചിടിയ. ഓർമ്മയുണ്ടല്ലോ, ചിടിയ നമ്മളെ പക്ഷി. അതിൻ്റെ ഉത്തരം എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചിത്ര ദേഖേം. ചിത്രം നോക്കൂ. നിർദ്ദേശ് അനുസാർ രംഗ് വരെയും. നിറം കൊടുക്കുക. സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയത്. കാല, ഹര, ലാൽ, നീല. ഇതിനനുസരിച്ച് നിറം കൊടുക്കണേ. തെറ്റിക്കാതെ അത് ഫുൾ മാർക്ക് വാങ്ങണേ. ഇനി നോക്കൂ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ കിസ്കാ ചിത്ര ഹേ? ഇത് എന്തിൻ്റെ ചിത്രമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. ബാദൽ, ചിടിയ, തിത്തലി, ഫൂൽ. എന്തിൻ്റെ ചിത്ര? തിത്തലി, പൂമ്പാറ്റയുടെ അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്യാരെ ബച്ചോ, അഗല പ്രശ്നം ദേഖിയേ. ഇതും ഓർ ക്വസ്റ്റ്യൻ ആണ്. കണ്ടില്ലേ ഇവിടെ? അഥവാ ഓർ ക്വസ്റ്റ്യൻ. എങ്ങനെ തിരിച്ചറിയാം? 3A 3B. 3Aയും ബിയും ഉണ്ട്. എയും ബിയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അഥവാ എന്നുള്ളതാണ് ഓർ എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നോക്കൂ. സൂചന. ചിത്ര പഹചാനെ ഔർ നാം ചുൻകർ ലിഖേ. പേരെഴുതാൻ. ഇത് സിമ്പിളാണ് അല്ലേ. എന്തൊക്കെയാണുള്ളത്? കിതാബ്, പില്ല, മക്കി, ചിടിയ, കലി. ഇതിലാകെ ഒരു മക്കിയാവും വീണ്ടും കൺഫ്യൂഷൻ ഉള്ളത്. മക്കി പറഞ്ഞാൽ ഈച്ച. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയുന്നതാണ്. കിതാബ് ബുക്ക്, പില്ല നായ്ക്കുട്ടി, മക്കി ഈച്ച, ചിടിയ എന്താണ്? പക്ഷി, കലി പൂമൊട്ട്. എല്ലാം എഴുതണേ. ഓർ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും കൂടെ എഴുതേണ്ടതില്ല. ഏതാ നിങ്ങൾക്ക് എളുപ്പമുള്ളത് സെലക്ട് ചെയ്താൽ മതി. ബി ക്വസ്റ്റ്യൻ നോക്കൂ. പേട് മരം, ഘർ വീട്, ഫൂൽ പൂവ്, ലടുക്കി. ലടുക്കി ആരാ? പെൺകുട്ടി. മച്ചലി മീൻ. എല്ലാം സിമ്പിളാണ്. നന്നായിട്ട് ഇത് വായിച്ചു നോക്കണം. ഇതൊന്നും തെറ്റിക്കാതെ പരീക്ഷയ്ക്ക് എഴുതാം. മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. ചിത്ര ദേഖേം ഉത്തർ ലിഖേം. ചിത്രം നോക്കി ഉത്തരം എഴുതൂ. ടോമിക്കോ ക്യാ ഖാന പസന്ത് താ? ആദ്യം നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. രാത് കോ. എന്തായിരുന്നു? രാത്ത്, രാത്രി. ഇത് നിങ്ങൾക്കറിയാം. ബിസ്കുറ്റ്. നീതു കെ സാത്ത്. നീതുവിൻ്റെ കൂടെ. കിതാബ് നിങ്ങൾക്കറിയാം. പങ്കെ നിങ്ങൾക്കറിയാം. ഫാൻ. അപ്പോൾ നോക്കൂ. ടോമിക്കോ ക്യാ ഖാന പസന്ത് താ? എന്തായിരുന്നു കഴിക്കാൻ ഇഷ്ടം? ബിസ്കുറ്റ്. ടോമി കിസ്കെ നീച്ചെ സോത്താ താ? എന്തിൻ്റെ കീഴിലായിരുന്നു ഉറങ്ങാറ്? പങ്കേക്കെ നീച്ചെ. നോക്കൂ. ടോമി കിസ്കെ സാത്ത് ഖേൽത്താ താ? ആരുടെ കൂടെയാണ് കളിക്കാറ്? നീതു കെ സാത്ത്. ടോമി ക്യാ പഠിത്താ താ? എന്തായിരുന്നു ടോമി വായിക്കാറ്? കിതാബ്. നീതുക്കോ? ടോമി കബ് മില. എപ്പോഴാ ടോമിയെ നീതുവിന് കിട്ടിയത്? രാത്ത് കോ, രാത്രി.
ഇത് നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും സിമ്പിളായിട്ട് ഈ ചോദ്യം അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം, ഈ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. തെറ്റാതെ എഴുതണേ. देखिए अगला प्रश्न സൂചന ചിത്ര के अनुसार वाक्य लिखें. ചിത്രത്തിനനുസരിച്ച് വാക്കുകളാക്കൂ. നോക്കൂ, ഇത് നമുക്കറിയാം. ഗേൽത്തി ഹേ കളിക്കുന്നു, ഗാത്തി ഹേ കഴിക്കുന്നു, ദൗഡ്തി ഹേ എന്താ ഓടുന്നു, സോത്തി ഹേ ഉറങ്ങുന്നു, ബൈഠ്തി ഹേ ഇരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസമുള്ളത്, ബാക്കിയുള്ളതൊക്കെ പാഠത്തിലുള്ളതാണ്, ദൗഡ്തി ഹേ മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ നോക്കുക, ദൗഡ്തി ഹേ അവസാനം സെലക്ട് ചെയ്തിട്ട് എഴുതിയാലും മതി. ഇതുപോലെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുണ്ടെങ്കിൽ അത് അവസാനത്തേക്ക് വെക്കുക. ആദ്യം അറിയുന്നത് എഴുതുക, എന്നിട്ട് അറിയാത്തത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് വായിക്കണേ. ഇത് കേൽത്തി ഹേ കളിക്കുന്നു, ഗാത്തി ഹേ കഴിക്കുന്നു, ദൗഡ്തി ഹേ ഓടുന്നു, സോത്തി ഹേ ഉറങ്ങുന്നു, ബൈഠ്തി ഹേ ഇരിക്കുന്നു. देखिए बच्चों अगला प्रश्न സൂചന പില്ല കവിത की पंक्तियां क्रम से लिखें. പില്ല കവിതയുടെ വരികൾ ക്രമത്തിലാക്കൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ഏതാണ്, നീതു കാത്ത പില്ലായക്ക് എന്നുള്ള കവിത ഓർഡറിലാക്കിയിട്ട് എഴുതാൻ. വരികൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഭൂരി ദാടി കാലി മൂഞ്ച്, നീതു കാത്ത പില്ലായെ, ഘടേ ഘടേ ഗിർ പഡ്താത. ഓരോ വരിയും വായിച്ചു നോക്കിയിട്ട് ഏതാണ് ഫസ്റ്റ് വരി, അങ്ങനെ പാടി നോക്കിയാൽ കിട്ടും. അപ്പോൾ അതനുസരിച്ച് വൃത്തിയായിട്ട് എഴുതണേ.